ഹായ് ഹലോ, ഇത് നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് തക്കാളിയുടെ തൈകളാണ് കേട്ടോ. അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു 8-9 സ്റ്റെമ്മ ആയി, ലീഫും ഒക്കെ ആയ ഒരു തൈയാണ്. നമ്മൾ ഇതിൻ്റെ തന്നെ കുറച്ച് തൈകളും കൂടെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ള വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നല്ല പുതിയ ഒരു ബ്ലേഡ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഒരു 4 ലീഫിന് മുകളിലായിട്ട് വേണം ഇത് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ താഴത്ത് ചെറിയൊരെണ്ണം ഉണ്ട്, 1 2 3 അല്ലെങ്കിൽ 4 ലീഫിന് മുകളിലായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെ ഉള്ള തണ്ടിൽ നിന്ന് നമ്മൾ സൈഡ് ചരിച്ച് വേണം കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ നോക്കിക്കോളൂ, ഇങ്ങനെ സൈഡ് ഒന്ന് ചരിച്ച് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ? അപ്പോൾ ഇനി ആ താഴത്ത് കട്ട് ചെയ്ത ഭാഗത്ത് നമുക്ക് സാഫോ മഞ്ഞൾപ്പൊടിയോ എന്ത് വേണമെങ്കിലും ഒന്ന് പുരട്ടി കൊടുക്കാം. അതിന് ശേഷം അതിൻ്റെ ആ ലീഫ് ഉള്ളിടത്തു നിന്ന് നല്ല കിളിർപ്പ് വന്ന് പുതിയ ചെടികളായിട്ട് അത് വളർന്നു കിട്ടും. അപ്പോൾ ഇത് 6 തൈകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ 6 തൈകളുടെയും മുകൾ ഭാഗം ഇതേപോലെ ചരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ചെറിയ തണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ 6 എണ്ണവും നമ്മൾ പുതിയ തൈകളാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. അപ്പോൾ 6 തൈകളുടെയും മുകൾ ഭാഗത്ത് ആണ് എൻ്റെ കയ്യിൽ ഈ കാണുന്നത്. താഴെ കട ഇവിടെ കട്ട് ചെയ്ത് 6 എണ്ണവും അത് നിൽപ്പുണ്ട്. ഇനി ആ കട്ട് ചെയ്ത ഭാഗത്ത് നമുക്ക് എല്ലാത്തിലും സാഫ് ഒന്ന് പുരട്ടി കൊടുക്കാം. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ സ്യൂഡോമോണസ് ആണ് എടുത്തിരിക്കുന്നത്. അത് ഒരു ചെറിയ സ്പൂൺ അളവിലെടുത്ത്, ഇവിടെ ഒരു കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. കുപ്പിയിൽ നിറച്ചും വെള്ളം എടുത്ത് അതിലേക്കിട്ട് ഒന്ന് നന്നായിട്ട് കലക്കി എടുത്തിരിക്കുന്നതാണ്. അതിൻ്റെ വീഡിയോ മിസ്സായി പോയതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. അതിനുശേഷം ഈ തണ്ടുകളെ ഇറക്കി വെച്ച് തണലത്ത് മാറ്റി വെക്കണം. ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ ഇത് എടുത്ത് നോക്കിയാൽ മതി. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം എന്തായിന്ന് നമുക്കൊന്ന് കാണാം, റിസൾട്ട് എന്തായിന്ന്. അപ്പോൾ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഞാനിതൊന്ന് പൊക്കിയെടുത്ത് കാണിച്ചു തരാം. കണ്ടില്ലേ? നിറച്ച് വേരുകൾ വന്ന് തൈകൾ ആയി. ഇതിന് പുതിയ തൈകളാക്കി എടുത്താൽ മതി. നിറച്ചും വേരുകൾ വന്നിട്ടുണ്ട്. ആ ചെറിയ തണ്ടിൽ വരെയും കണ്ടില്ലേ? ഇതാണ് ആ ചെറിയ തണ്ട്, കണ്ട? അതിൽ വരെയും നിറച്ചും വേരുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. സ്യൂഡോമോണസിലൊന്ന് മുക്കി വെച്ച് കഴിഞ്ഞാൽ പുതിയ തൈകൾ ആക്കിയെടുക്കാൻ പറ്റും. ഒരു 5-6 ദിവസം ആകുമ്പോൾ തന്നെ ചെറിയ വേരുകളൊക്കെ വന്നു തുടങ്ങും. അപ്പോൾ ഇതിനി നമുക്ക് ഗ്രോ ബാഗിൽ നട്ടു കൊടുക്കാം. അപ്പോൾ ഗ്രോ ബാഗിൽ ഒന്ന് എല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി സെൻറ്ററിലൊന്ന് കുഴിയൊന്ന് എടുത്തതിന് ശേഷം ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. ഇതെല്ലാം ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് നട്ട് കൊടുത്തിട്ടുണ്ട് ഒരെണ്ണം. അപ്പോൾ ബാക്കിയെല്ലാം ഇതേപോലെ ഒന്ന് നട്ടതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ 6 എണ്ണവും ഞാനിവിടെ നട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കണം. കൂടെ തന്നെ അതിൻ്റെ ചുവട്ടിലേക്ക് കുറച്ച് നന്നായിട്ട് നനഞ്ഞ് കിട്ടുന്ന പോലെ നമുക്ക് വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് തളിച്ചും കൊടുക്കണം. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്ത് നോക്കിയാൽ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കണ്ടില്ലേ? നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തു നിന്ന് കിളിർപ്പുകൾ വന്നേക്കുന്നതാണ്. നോക്കിക്കേ, കണ്ട? ഇതേപോലെ നന്നായിട്ട് എല്ലാത്തിനും കിളിർപ്പുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഇതേപോലെയുള്ള വീഡിയോകൾ ഇടാനായിട്ട് പ്രചോദനമാവുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. ഇതേപോലെയുള്ള വീഡിയോകളായിട്ട് ഇനിയും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.